RSS ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വെളിപ്പെടുത്തി അനന്തു അജി എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ തുടരന്വേഷണം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ആരോപണ വിധേയനായ നിധീഷ് മുരളീധരൻ എന്നയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെങ്കിലും ലൈംഗിക പീഡന കുറ്റം ചുമത്താമെന്നാണ് ലഭിച്ച നിയമോപദേശം. RSS ശാഖയിൽ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന് ആരോപിച്ചായിരുന്നു കോട്ടയം സ്വദേശി അനന്തു അജി തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയത്. അനന്തു അജി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ചിത്രീകരിച്ച വീഡിയോയിൽ നിധീഷ് മുരളി എന്ന വ്യക്തി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ നിധീഷ് മുരളീധരനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ലൈംഗിക പീഡന കുറ്റം ചുമത്താമെന്നും നിയമോപദേശം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് കേസ് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കേസിൽ അന്വേഷണം നടക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് RSS ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. RSS അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എല്ലാ വിഷയം വലിയ വിഷയങ്ങളാണ്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അനന്തു അജിയെ ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അനന്തുവിന്റെ മാനസികാരോഗ്യ നിലയെക്കുറിച്ചുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.